കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് 3 കുട്ടികൾക്ക് രോഗബാധയുണ്ടെന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു. 2 പേർ ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സ്കൂൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. ആരോഗ്യവകുപ്പ് സ്കൂളിൽ പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. നമ്മൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം താൽക്കാലികമായിട്ട് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. അവരുടെ ഫർദർ അനാലിസിസും ഡിസ്കഷനും ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ അടുത്ത ഡെസിഷൻസ് ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. തിങ്കളാഴ്ച രാവിലെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. ട്യൂസ്ഡേ ഹോളിഡേ ആയിരുന്നു. പക്ഷേ 1-2 പേരൻസിന് ഇങ്ങനത്തെ കുറച്ച് സിംറ്റംസ് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തത്. ഇപ്പം നിലവിൽ ഞങ്ങൾ 16-ാം തീയതി വരെയാണ് അടച്ചിട്ടിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ഈ കുട്ടികൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? സുജയ, കുട്ടികൾ ഇപ്പോൾ സ്റ്റേബിളാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും ഈ മാസം 8-ാം തീയതിയാണ് ഇതിൽ ആദ്യ കുട്ടിക്ക് ലക്ഷണം ഉണ്ടാകുന്നത്. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ഛർദിയും തലവേദനയും അതോടൊപ്പം തന്നെ പനിയും ഒക്കെ തന്നെ ഉണ്ടാവുകയായിരുന്നു. അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇത് മെനിഞ്ചൈറ്റിസ് ആണ് എന്നൊരു സംശയം ഉണ്ടായത്. അതിന് പിന്നാലെ കൂടുതൽ കുട്ടികൾ സമാനമായ ലക്ഷണങ്ങളുമായി വരികയായിരുന്നു. ഈ കുട്ടി ആദ്യം ഇത്തരത്തിൽ രോഗലക്ഷണം കാണിച്ച കുട്ടിക്കൊപ്പം ക്ലാസ്സിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കുട്ടികൾക്ക് കൂടിയാണ് പിന്നീട് ഇത്തരം രോഗലക്ഷണങ്ങൾ വന്നത്. അതിനുശേഷം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിക്കും രോഗലക്ഷണം വന്നു. അത്തരത്തിൽ 5 കുട്ടികൾക്കാണ് നിലവിൽ രോഗലക്ഷണങ്ങളുള്ളത്. ഇവർ 2 സ്വകാര്യ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 3 കുട്ടികൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നത്. മറ്റ് 2 കുട്ടികളുടെ പരിശോധനാ ഫലവും കാത്തിരിക്കുകയാണ്. എന്നാൽ ആരോഗ്യവകുപ്പ് ഇവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. എന്തായാലും ഇത് ഏത് തരത്തിലാണ് ഈ രോഗം പടർന്നത് എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് നഗരസഭ, കളമശ്ശേരി നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ഒപ്പം ആരോഗ്യവകുപ്പിന്റെ സംഘവും സ്കൂളിലെത്തുകയും ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പ്രിൻസിപ്പൽ അടക്കമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പൊതു ഉറവിടത്തിൽ നിന്നാണോ ഈ രോഗം പടർന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്നൊരു കുട്ടിക്ക് രോഗം വരികയും അതിനുശേഷം മറ്റു കുട്ടികളിലേക്ക് പകർന്നതാണോ എന്നതാണ് പ്രധാനമായും സംശയിക്കുന്നത്. എന്തായാലും ഈ രോഗം പടർന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കാരണം ഈ ഞായറാഴ്ച വരെ സ്കൂളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൈമറി തല പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും അറിയിക്കുന്നത്. സുജയ.